ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എങ്ങനെയാണ് വലിയ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് 5 ഉദാഹരണങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് വായിച്ച് പോകാം. ആദ്യമായിട്ട് ഒരു 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 സിനാരിയോ എന്ന് പറയുന്നത് യേശു കർത്താവും ശിഷ്യന്മാരും കൂടെ അക്കരയ്ക്ക് ഒരു പടകിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് മലയാളത്തിൽ ആദ്യം വായിക്കാം. മർക്കോസ് 4:35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞത് യേശു കർത്താവാണ് ശിഷ്യന്മാരോടാണ് പറഞ്ഞത്. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളി കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, "ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ?" എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇംഗ്ലീഷിൽ "ലെറ്റ് us പാസ് ഓവർ അൺടു ദ അതർ സൈഡ്" എന്നാണ് പറഞ്ഞത്. യേശു കർത്താവ് പറഞ്ഞത്, നമുക്ക് അക്കരയ്ക്ക് പോവുക. അതുപോലെ 38-ാം വാക്യത്തിൽ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, "മാസ്റ്റർ, കെയറസ് ദൗ നോട്ട് ദാറ്റ് വി പെരിഷ്?" ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് അവർ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഭയമുണ്ടാകുകയും ഒരു സംശയം ഉണ്ടാകുകയും കർത്താവിനോട് ഇങ്ങനെ ചോദിക്കുവാൻ ഇടയായത്? അത് കർത്താവ് പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ പ്രോമിസ് ചെയ്ത കാര്യം, അല്ലെങ്കിൽ കമാൻഡ് ചെയ്ത കാര്യം മറന്നുപോയി. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് മാറുന്ന ആളല്ല. അതായത് കർത്താവ് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം തരാമെന്നുമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാമെന്നുമായിട്ടുണ്ടെങ്കിൽ അത് അതിൽ നുണ പറയാൻ പറ്റില്ല ദൈവത്തിന്. ദൈവത്തിന് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ട് വരത്തില്ല. അല്ലെങ്കിൽ അല്ലാതെ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ട്, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ദൈവം ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും. അതായത്, നിങ്ങൾ ഇന്ന കാര്യം ചെയ്യുവാണെങ്കിൽ ഞാൻ ഇത് ഇന്ന കാര്യം നിങ്ങൾക്കത് ചെയ്തു തരും എന്നുള്ള കണ്ടീഷൻ വെച്ച് പറയുമ്പോഴാണ് മനുഷ്യൻ ആ പറയുന്ന കണ്ടീഷനിൽ പറഞ്ഞ കാര്യം ചെയ്യാതെ വരികയും ദൈവവും ആ വാക്ക് ആ കൊടുത്ത കാര്യത്തിൽ നിന്നും തിരിച്ചു മാറുകയും ചെയ്തത്. അത് മനുഷ്യൻ ആ കണ്ടീഷൻ അത് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ അങ്ങനല്ല. നാം അക്കരയ്ക്ക് പോവുക എന്ന് ആണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പം നാം അക്കരയ്ക്കൊന്ന് പോകാൻ ശ്രമിക്കാം എന്നല്ല ഇവിടെ പറഞ്ഞത്. അതായത്, ഇവർ വഞ്ചിയിൽ കയറി അപ്പുറത്ത് പടകിൽ കയറി അക്കരയ്ക്ക് പോകുന്ന സമയത്ത് വലിയ ചുഴലിക്കാറ്റുണ്ടായി. അപ്പോൾ അവർ ചിന്തിച്ചത് അവർ ഇപ്പോൾ മരിക്കാൻ പോവുകയാണ്, കാരണം ഇന്നിപ്പം പടക് വെള്ളത്തിൽ മുങ്ങും എന്നുള്ള കാര്യം എന്നുള്ള ചിന്ത വന്നതുകൊണ്ടാണ് ഈ രീതിയിൽ അവർ ആകെ ടെൻസ്ഡ് ആകുന്നത്, അല്ലെങ്കിൽ വിഷമിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടാണ് ഈ ടെൻഷൻ വരുന്നതിൻ്റെ തന്നെ ഒരു കാര്യം. അതൊന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ആ വാക്ക് എന്താണ് എന്ന് ഉള്ള വ്യക്തമായുള്ള ബോധ്യവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അക്കരയ്ക്ക് പോവുക എന്നുള്ളതിനെക്കുറിച്ച്. എന്നാൽ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന പല ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പതറിപ്പോവാൻ ഇട വരത്തില്ല. അതുപോലെ തന്നെ ഇവിടെ 40-ാമത്തെ വാക്യങ്ങൾ, പിന്നെ അവൻ അവരോട് 39, അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്ന് വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. 40-ാം വാക്യം, ഹി സെഡ് unto them, why are ye so fearful? How is it that ye have no faith? അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്ന് ദൈവം ആദ്യമേ പറഞ്ഞത് നാം അക്കരയ്ക്ക് പോകുക എന്ന് വ്യക്തമായിട്ട് പറഞ്ഞെങ്കിൽ അവർ പോയി യാത്ര ചെയ്യുമ്പോൾ അവരെവിടെ എത്തിയിരിക്കും?
അക്കരയിൽ തീർച്ചയായും എത്തിയിരിക്കും. അല്ലാതെ അക്കരയ്ക്ക് പോകാൻ ശ്രമിക്കാം, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം എന്നല്ല. അക്കരയ്ക്ക് പോവുക എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായും അക്കരയ്ക്ക് എത്തിയിരിക്കും. അതാണ് അതിന്റെ പ്രോമിസ്. അപ്പോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടും നിങ്ങൾ ഈ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഉണ്ടായ ഒരു സാഹചര്യം വന്നപ്പം ഭീരുക്കളാകുമ്പോൾ അതെന്താണ് വെളിവാക്കുന്നത്? വിശ്വാസമില്ല, അല്ലെ വിശ്വാസം കുറവാണ് എന്നുള്ള കാര്യമാണ് വെളിവാക്കുന്നത്. എന്ത് വിശ്വാസം കുറവാണ്? ആരാണോ അത് പറഞ്ഞത്, ആ പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ വാക്ക് മാറില്ല. ആ പറഞ്ഞ വ്യക്തി ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ പവർ എന്നുള്ള കാര്യം മറന്നു പോകുന്നതുകൊണ്ടാണ് ഈ ഒരു ഭീരുത്വം ഉണ്ടായത്. അപ്പം പ്രാർത്ഥിക്കുമ്പോഴും ഈ ഒരു ലെസൺ നമ്മൾ എടുത്തിട്ട് പ്രാർത്ഥനയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നടുങ്ങിപ്പോവാതെ അല്ലെ പതറിപ്പോവാതെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, എന്നോട് കൂടെ ഉണ്ടാകണമേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റും. അടുത്ത ഉദാഹരണത്തിലേക്ക് പോവാം. ഇതും അതിന് സിമിലർ ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ്. എന്നാൽ മറ്റൊരു കാര്യമാണ്. ഇവിടെ ജീസസ് ഈസ് വാക്കിംഗ് ഓൺ ദ സീ. സമുദ്രത്തിലൂടെ കടലിലൂടെ കർത്താവ് നടന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു സിനാരിയോ ആണ്. അത് നമുക്ക് വായിക്കാം. മത്തായി 14:22 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ മാത്രം വായിക്കാം. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്നാൽ പോകുവാൻ എന്നാണ് ഇവിടുന്ന് യഥാർത്ഥ വാക്ക്. ആൻഡ് സ്ട്രെയിറ്റ് അവേ ജീസസ് കൺസ്ട്രെയിൻഡ് ഹിസ് ഡിസൈപ്പിൾസ് ടു ഗെറ്റ് ഇൻ ടു എ ഷിപ്പ് ആൻഡ് ടു ഗോ ബിഫോർ ഹിം അൺ ടു ദി അതർ സൈഡ് വൈൽ ഹീ സെൻഡ് ദ മൾട്ടിറ്റ്യൂഡ്സ് അവേ. അപ്പോൾ തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാനൊന്ന് ശ്രമിക്കാമോ എന്നല്ല പറഞ്ഞത്, അക്കരയ്ക്ക് പോകുവാൻ അവർ നിർബന്ധിച്ചു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവരെവിടെയാണ്? ഒരു കരയിലാണ്. കടലിലൂടെ യാത്ര ചെയ്ത് അക്കരയ്ക്ക് യാത്ര ചെയ്യൂ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് പറഞ്ഞ വേർഡ് അല്ലെ കമാൻഡ് അല്ലെ പ്രോമിസ് അതെന്താണെന്ന് ഇവിടെ വ്യക്തമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവർ പോവാൻ തുടങ്ങി. 25-ാം വാക്യം, രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ച് അത് ഒരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട. അപ്പോൾ ശിഷ്യന്മാർ തനിയാണ് പോയത്. എന്നാൽ അവർ നോക്കിയപ്പോൾ കടലിലൂടെ ഒരാൾ നടന്നു വരുന്നു. അവർ ഭൂതമാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്നാൽ അത് കർത്താവ് പറഞ്ഞു, കർത്താവാണ്, ഭയപ്പെടേണ്ട, പേടിക്കണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോഴാണ് പത്രോസ് ചോദിക്കുന്നത്. അതിന് പത്രോസ്, കർത്താവ് നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. ഇത് പത്രോസ് അങ്ങോട്ട് ആവശ്യപ്പെട്ടാണ്. അവിടെയും കർത്താവ് പറഞ്ഞ മറുപടി വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. ഇവിടെയും മറ്റൊരു വാക്ക് വരിക. അത് കർത്താവ് വരിക എന്ന് പറഞ്ഞെങ്കിൽ കർത്താവിന് അടുക്കലേക്ക് വരേണ്ടതിന് കൽപ്പിക്കണമെന്നാണല്ലോ പറഞ്ഞത്. അല്ലാതെ അടുക്കലേക്ക് വരാനൊന്ന് ശ്രമിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ അവിടെ എവിടെയെങ്കിലും നിൽക്കാമല്ലോ എന്നല്ല ചോദിച്ചത്. കൃത്യമായി കർത്താവിൻ്റെ നിന്റെ അടുക്കലേക്ക് വരാൻ കൽപ്പിക്കണം. കൽപ്പിച്ചു, വരിക. അപ്പോൾ എന്ന് പറയുമ്പോൾ അത് എവിടെ എത്തും? കർത്താവിൻ്റെ അടുക്കൽ എത്തും. അതാണ് കൽപ്പിച്ചത്. ആ കൽപ്പനയ്ക്ക്, ആ പവറിന് വ്യത്യാസമില്ല. അത് പറഞ്ഞത് കർത്താവാണ്, ദൈവമാണ്. അപ്പോൾ ഇവിടെ പത്രോസ് ഇറങ്ങി നടന്നപ്പോൾ എന്ത് പറ്റി? എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. 30-ാം വാക്യം, ബട്ട് വെൻ ഹി സോ ദ വിൻഡ് ബോയ്സ്റ്ററസ് ഹി വാസ് അഫ്രൈഡ് ആൻഡ് ബിഗിനിങ് ടു സിങ്ക് ഹി ക്രൈഡ് സെയിങ് ലോർഡ് സേവ് മീ. അപ്പോൾ തനിക്ക് ചുറ്റുമുള്ള ആ ഒരു വലിയ കാറ്റും ഇതൊരു
വളരെ എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമല്ല. കടലിന്മേൽ അല്ലെ വെള്ളത്തിന്മേൽ നടക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അത് കർത്താവ് അത് പറഞ്ഞതുകൊണ്ട് അവരിറങ്ങി നടന്നു. അത് സംഭവിച്ചു. എന്നാൽ ചുറ്റുമുള്ള കാറ്റും ഒക്കെ കണ്ടപ്പോൾ പേടിച്ചു മുങ്ങിത്തുടങ്ങി. കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ അവിടെ എന്ത് തരത്തിലുള്ള കാര്യം വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. നോർമലി ഒരു മനുഷ്യന് പേടി വരും. എന്നാൽ ആ പേടി ഓവർകം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പേടി വരാനുള്ള സാഹചര്യമാണ്. എന്നാൽ എന്നോട് കൽപ്പിച്ചത് കർത്താവാണ്. എന്നോട് വരിക എന്ന് പറഞ്ഞ് കൽപ്പിച്ചത് കർത്താവാണ്. ആ കമാൻഡ് നൽകിയത് ദൈവമാണ്. അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുക്കൽ എത്തിയിരിക്കും എന്നുള്ള ഉറപ്പാണ് ഉണ്ടാവേണ്ടത്. ആ ഉറപ്പ് പെട്ടെന്ന് പത്രോസിന് കുറഞ്ഞുപോയി. കാരണം അവൻ്റെ ഫോക്കസ് കാറ്റിലേക്കും അല്ലെ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന കാര്യത്തെക്കുറിച്ചുമായിരുന്നു. അല്ലാതെ നമ്മൾ പത്രോസിനോട് ആരാണോ ഇത് പറഞ്ഞത്, എന്താണോ കമാൻഡ് ചെയ്തതെന്നുള്ള അതിൽ നിന്നും പത്രോസിൻ്റെ ഫോക്കസ് മാറിയിട്ട് ഭയത്തിലേക്കായിപ്പോയി. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യത്തിലേക്കായി പോയപ്പോഴത്തേന് പേടിച്ചു തുടങ്ങി. അവിടെയും എന്താണ് പറഞ്ഞത്? ഈ ഒരു ഭയം അല്ലെങ്കിൽ പേടി വന്നു തുടങ്ങിയപ്പോൾ യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസി, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അപ്പം എന്താണ് സംശയിച്ചത്? അയ്യോ, ഞാൻ ഇറങ്ങി നടക്കുകയും ചെയ്തു, പടകിൽ നിന്ന് ഞാൻ ഇറങ്ങി, എൻ്റെ കാല് വെള്ളത്തിൽ ആവുകയും ചെയ്തു, വെള്ളത്തിന് നടുക്കാണ്, പടകും അടുത്തില്ല, കർത്താവും ഒരല്പം മുൻപിലായിട്ടാണ് നിൽക്കുന്നത്. ഈ മിക്കവാറും ഞാൻ വെള്ളത്തിൽ ഇപ്പം തന്നെ താന്ന് പോവും, എൻ്റെ അവസാനമാണ് ഇത് എന്ന് ചിന്തിച്ചു പോയി. അത് അല്പവിശ്വാസി എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ വെള്ളത്തിൽ ഇറങ്ങി 4-5 സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഭയം വന്നത്. അപ്പോഴാണ് 2 കാര്യം മറന്നത്. അതായത് ഈ പത്രോസ് ഇവിടെ മുങ്ങി താന്ന് വെള്ളത്തിൽ താന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ, അപകടം പറ്റി മരിച്ചു പോയിരുന്നെങ്കിൽ, കർത്താവ് പറഞ്ഞ 2 വാക്കും അവിടെ നടക്കാൻ പറ്റത്തില്ല. തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാനാണ് പറഞ്ഞത്. അക്കരയ്ക്ക് പോകാൻ അന്നേരം പറ്റത്തില്ല. രണ്ടാമത് നിന്റെ അടുക്കൽ വരേണ്ടെന്ന് കൽപ്പിക്കണമെന്ന് പറഞ്ഞ് വരിക എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തിയില്ല. അതിന് മുന്നേ തന്നെ വെള്ളത്തിൽ താന്ന് മരിച്ചു പോയെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ 2 വാക്കിന് ഒരു വിലയില്ലാതാവും. അപ്പം ദൈവം പറഞ്ഞ വാക്കിൻ്റെ ആ ഒരു പവർ എന്നുള്ള ഒരു ബോധ്യം നമുക്ക് നഷ്ടപ്പെടരുത്. നമ്മളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ആ ഒരു ഭയം, ആ ഒരു വിശ്വാസം ഇല്ലായ്മയാണ് വെളിവാക്കുന്നത്. അപ്പം അതാണ് നമുക്ക് ഈ ഒരു സിനാരിയോയിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന പാഠം. അടുത്തത് 3-ാമത്തെ അല്ലെങ്കിൽ 8-ാമത്തെ ഉദാഹരണത്തിലേക്ക് നോക്കാം. 2 അന്ധന്മാരായിട്ടുള്ള വ്യക്തികളുടെ ഒരു സിനാരിയോ ആണ്. മത്തായി 9:27 മുതൽ 29 വരെ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. And when Jesus departed thence, 2 blind men followed him, crying and saying, Thou son of David, have mercy on us. ഇവർ കുരുടന്മാരാണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. കുരുടന്മാരായിട്ട്, ഇനി 28-ാമത്തെ വാക്യത്തിൽ, അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ആദ്യം യേശു വഴിയരികെ നടന്നു പോകുമ്പോഴാണ് ഈ കുരുടന്മാർ ഈ ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചത്. അപ്പോൾ റോഡിൽ എവിടെയോ അല്ലെ വഴിയിൽ എവിടെയോ നിന്ന് നിലവിളിച്ച് തുടങ്ങിയിട്ട് യേശു തൻ്റെ വീട്ടിലെത്തിയപ്പോഴും കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നുവെങ്കിൽ അവർ ആ വഴി മുഴുവൻ ഒരു നോർമൽ ഒരാളെ പോലല്ല, ഒരു 2 കുരുടന്മാരാണ്. അവരുടെ ബുദ്ധിമുട്ട് എന്താണ്? അവർക്ക് വഴി എന്താണെന്ന് കാണത്തില്ല. എന്നിട്ട് പോലും അവർ കർത്താവിനെ പിന്തുടർന്ന് കർത്താവിൻ്റെ വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തി നിൽക്കുകയാണ്. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥനയുമായിട്ട്. അപ്പോൾ അത് അവർ എടുത്ത ഒരു പ്രീ ആക്ഷനാണ്. അതായത് ഇത് ദാവീദ് പുത്ര എന്ന് വിളിക്കുമ്പോൾ തന്നെ ഇത് കർത്താവ് ആരാണെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അവർക്കൊരു ഐഡൻറ്റിറ്റി അവയർനെസ് ഉണ്ട്. രണ്ടാമത് അവർ പ്രീ ആക്ഷനും എടുത്തിട്ടുണ്ട്. അതായത്
ഇവരെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും, കർത്താവിന് കഴിയും എന്നുള്ള ഉറപ്പ് കൊണ്ടാണല്ലോ അവർ ആ വഴിയിലായിരുന്നിട്ടും അത്രയും ദൂരം കുരുടന്മാരായി ആ റോഡിലൂടെ നടന്ന് കർത്താവിൻ്റെ വീട്ടിലെത്തിയത്. അത്രയും എഫേർട്ട് ഇടണമെങ്കിൽ അവരെ തീർച്ചയായും സൗഖ്യമാക്കും എന്നുള്ള ഉറപ്പുണ്ട്. സൗഖ്യമാക്കാൻ കഴിവുള്ള ആളാണ് ഈ വ്യക്തി, കർത്താവ് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ അത്രയും എഫേർട്ട് ഇട്ട് വന്നത്. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് ഉവ്വ കർത്താവേ എന്നവർ പറഞ്ഞു. ആ ചോദ്യം ശ്രദ്ധിക്കണം. 28ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വാക്യം. ആൻഡ് when he was come into the house, the blind men came to him, and Jesus said unto them, believe ye that I am able to do this? They said unto him, yeah, Lord. So അപ്പം അവർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് കാഴ്ച കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്നല്ല അവിടെ ചോദിച്ചത്. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് അവിടെ ചോദ്യം. അപ്പം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അതുപോലെ, ഉദാഹരണത്തിന് നാളെ എനിക്കൊരു ഇങ്ങനൊരു കാര്യമുണ്ട്, അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അത് തന്നെ നടക്കണം, അല്ലെ അത് തന്നെ നടക്കും. അല്ലെ നാളെ എനിക്കൊരു ഇങ്ങനൊരു ആവശ്യമുണ്ട്, അതും നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അത് നടന്നിരിക്കും എന്നല്ല വിശ്വസിക്കേണ്ടത്. നമ്മൾ എന്താണോ പറഞ്ഞത് അത് തന്നെ നടന്നിരിക്കും എന്നല്ല വിശ്വസിക്കേണ്ടത്. നമ്മൾ ആരോടാണ് പ്രാർത്ഥിച്ചത് ആ വ്യക്തി, അതായത് ദൈവത്തിൻ്റെ പവർ എന്താണെന്ന് ആണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ദൈവം ആരാണെന്നും നമ്മൾ ചിലപ്പോൾ ആ പ്രാർത്ഥിച്ച കാര്യം ഓൾറെഡി വേദപുസ്തകത്തിൽ ഒരു മറ്റൊരു, അതായത് ദൈവം നമ്മളോട് പറഞ്ഞ ആ ലാംഗ്വേജിൽ ചിലപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കാം. അത് വായിക്കുക, അത് മനസ്സിലാക്കുക. അയ്യോ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം ഞാൻ ആ ചോദിച്ചതും ഇത് തന്നെയാണല്ലോ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ ആ പറയുന്ന സെൻറ്റൻസിൽ തന്നെ ബൈബിളിൽ എഴുതിയിട്ടില്ല. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ചിലപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും. അത് വായിച്ച് മനസ്സിലാക്കുക. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് തന്നെയാണല്ലോ ഞാനും പ്രാർത്ഥിക്കുന്നത്, അപ്പോൾ ദൈവം തീർച്ചയായും അത് കേൾക്കും, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നാൽ അതിനോടൊപ്പം തന്നെ ഞാൻ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് ആ വിഷയത്തെക്കുറിച്ച് ദൈവത്തിന് നന്നായിട്ടറിയാം. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്ത എൻ്റെ ചിന്തകളും എൻ്റെ തോട്ട്സും എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാളും വളരെ ഉയർന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ദൈവം ഒരു വഴി ഒരുക്കും എന്നുള്ള ചിന്തയാണ്, എന്നുള്ള വിശ്വാസമാണ് വേണ്ടത്. അപ്പോൾ ഈ കുരുടന്മാർക്ക് പ്രീ ആക്ഷനും എടുത്തു, മുൻപേ അത് ഒരു മുന്നിട്ട് ഇറങ്ങുന്ന ഒരു ആക്ഷന് എടുത്തു. അതിൻ്റെ കൂടെ ഒരു ഐഡൻറ്റിറ്റി അവയർനെസ്, കർത്താവ് ആരാണെന്നുള്ള ബോധ്യവും അവർക്കുണ്ടായിരുന്നു. അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം. 9ാമത്തെ. ഇത് ഒരു വഴിയരികെ ഒരു കുരുടനായി ഉള്ള യാചകനായിരുന്നു. അപ്പോൾ ഇത് മറ്റൊരു ഇൻസിഡൻ്റ് ആണ്. ഇത് വായിക്കാം. ലൂക്കോസ് 18:35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. അവൻ യെരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. നസറേയനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇവിടെ കുരുടനാണ്, വഴിയിൽ അനേകം പേർ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് ഒരു പുരുഷാരം മുഴുവനായിട്ട് പോകുമ്പോൾ ഒരു വലിയൊരു ഒരു ശബ്ദമായിരിക്കാം അത് കേൾക്കുന്നത്. അത് കേട്ടിട്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്താണെന്ന് ചോദിച്ചു. നസറായനായ യേശു കടന്നു പോകുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ആ കുരുടന് അറിയാം യേശു ദാവീദ് പുത്രനാണെന്ന്. അതായത് യേശു കർത്താവിൻ്റെ ഐഡൻറ്റിറ്റി അവയർനെസ്സിനെ കുറിച്ച്, ആ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യം, അവയർനെസ് ഈ കുരുടന് ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ് നസറായനായ യേശു കടന്നു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ വിളിച്ചത്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ ഇത് ഒന്നാമത്തെ പോസിറ്റീവായിട്ടുള്ള പോയിന്റ്, ഐഡൻറ്റിറ്റി അവയർനെസ് ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത വാക്യം, മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കുവാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. 39ാമത്തെ വാക്യം. ആൻഡ് ദേ വിച്ച് വെന്റ് ബിഫോർ റിബ്യൂക്ഡ് ഹിം ആൻഡ് ഹി ഷുഡ് ഹോൾഡ് ഹിസ് പീസ്, ബട്ട് ഹി ക്രൈഡ് സോ മച്ച് മോർ, ദൗ സൺ ഓഫ് ഡേവിഡ്, ഹാവ് മേഴ്സി ഓൺ മീ.
ചുറ്റുമുള്ളവര് അവനോട് മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു. എന്നാൽ അവൻ എന്നാ പിന്നെ എനിക്കിതൊന്നും ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും, അല്ലെ എനിക്കിതൊന്നും വിധിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടൊരു ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലോട്ട് അങ്ങനൊന്നും ചിന്തിച്ചിരിക്കുവല്ല. ഇതാരാണെന്നുള്ള ബോധ്യവും ഉള്ള ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു 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 പവറാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനാണ് അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ അവന് ഏറ്റവും അധികമായിട്ട് നിലവിളിച്ചു. കാരണം അവനറിയാം അവൻ കുരുടനാണ്. അവൻ ബാക്കിയുള്ളവർ അതിലെയും ഇതിലെയും വളരെ ഫ്രീഡത്തോടുകൂടി യാത്ര ചെയ്യുന്ന പോലെ ഒരു കുരുടനായിട്ടുള്ള ഒരു വ്യക്തിക്ക് നടക്കാൻ പറ്റത്തില്ല. അവന് കിട്ടിയ ഏറ്റവും വലിയ ചാൻസ് ആണ്, അല്ലെ വലിയൊരു അവസരമാണ്. ഇനി ഇങ്ങനൊരു അവസരം കിട്ടുമോ എന്ന് തന്നെ അറിയില്ല. കാരണം ദാവീദ് പുത്രനായ യേശു കർത്താവ് ദൈവം എൻ്റെ തൊട്ട് അടുത്തുകൂടെ ആ വഴിയിലൂടെ നടന്നു പോകുന്നു. ഇപ്പം എനിക്ക് ഈ കാര്യം അറിയിക്കണം എന്നുള്ള ആ ഒരു അർജൻസിയാണ്, ഐഡന്റിറ്റി അവയർനെസ്സും ആ ഒരു അർജൻസിയുമാണ് അവനെ ആ ഒരു പ്രീ ആക്ഷൻ ഏറ്റവും അധികം നിലവിളിച്ച് എനിക്ക് കർത്താവിൻ്റെ അടുത്ത് പോയേ പറ്റൂ, എനിക്കിത് കാര്യം എൻ്റെ ആവശ്യം പറഞ്ഞേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ അതിന് ഒരു പ്രീ ആക്ഷൻ എടുക്കാൻ പ്രചോദനമായത്. മാത്രമല്ല അവൻ ഇത്രയും നാൾ കുരുടനായിരുന്നു, എന്നാൽ ഇതിനകത്തു നിന്നൊരു മാറ്റം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെയാണല്ലോ. നമ്മളൊരു കാര്യം, എന്തെങ്കിലും ഒരു ആവശ്യം, അതിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടാകാൻ വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അപ്പം എല്ലാ പ്രാർത്ഥനയും അങ്ങനെയാണ്. ഇപ്പോൾ ഉള്ള ഒരു സ്റ്റേറ്റിൽ നിന്നും എന്തെങ്കിലും ഒരു വ്യത്യാസത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം ആ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാകാം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ അവൻ അതിനുള്ള പ്രീ ആക്ഷൻ എടുത്തു. അപ്പം പ്രതീക്ഷ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പം പ്രതീക്ഷകൾ നഷ്ടപ്പെടാതെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു പാഠം കൂടെ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. 40-ാം വാക്യം, യേശു നിന്ന് അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്ക വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. 41-ാം വാക്യം ഇംഗ്ലീഷ് വാക്യം, സെയിങ് വാട്ട് വിൽ thou that I shall do unto thee? He said, Lord, that I may receive my sight. എനിക്ക് കാഴ്ച വേണം എന്നാണ് ഉള്ള കാര്യം പറഞ്ഞത്. അപ്പം ഇവിടെയാണ് ആസ്ക്, നോക്ക് ആൻഡ് സീക്ക്, അതായത് അന്വേഷിക്കുക, മുട്ടുക, ചോദിക്കുക. അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. അപ്പം ഈ ഒരു കാര്യം എന്താണ് നമ്മുടെ ആവശ്യം എന്ന് ചോദിച്ചാലല്ലേ നമുക്കത് കിട്ടൂ. നമ്മളത് ചോദിച്ചില്ലെങ്കിൽ കിട്ടില്ല. നമുക്ക് മുട്ടിയില്ലെങ്കിൽ തുറക്കില്ല. നമുക്ക് അന്വേഷിച്ചില്ലെങ്കിൽ നമ്മൾ കണ്ടെത്തില്ല. അപ്പം ചെയ്യേണ്ട കാര്യം കുരുടനാണ് ചെയ്യേണ്ടത്. അത് അവൻ ചെയ്തു. ഒരു കുരുടനായിട്ട് പോലും ഇത്രയും എഫേർട്ട് ഇട്ട് കർത്താവിൻ്റെ പുറകെ പോയി തന്നെ മിണ്ടാതാക്കാൻ നോക്കിയവരുടെ ഇതിൽ അവൻ താണു പോവാതെ അവൻ പിന്നെയും മുന്നോട്ട് പോയി അധികം നിലവിളിച്ച് കർത്താവിൻ്റെ അടുക്കൽ എത്തിയിട്ട് ചോദിച്ചു, ഇന്ന കാര്യം എനിക്ക് വേണം എന്ന് ചോദിച്ചു. യേശുവിനോട് കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ജീസസ് said unto him, receive thy sight, thy faith hath saved thee. പലരും ഈ ഒരു വാക്യത്തെ പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതായത് നമുക്ക് എന്താണോ നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്ന ഒരു വിശ്വാസം, ആ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് അധികം ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അല്ല, നമുക്ക് തോന്നുന്ന കാര്യം, ഇപ്പം എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്, എനിക്ക് നാളെ ഒരു വലിയൊരു കടമുണ്ട്, എനിക്ക് ആ കടം നാളെ വീട്ടാൻ വേണ്ടി ഒരു 40,000 രൂപ വേണം, അത് നാളെ തന്നെ കിട്ടുമെന്ന് ഞാൻ ഹൃദയത്തിൽ ചുമ്മാ അങ്ങ് വിശ്വസിക്കുക. അപ്പോൾ നാളെ തന്നെ അത് കിട്ടുമെന്ന് വിശ്വസിച്ചു. അപ്പോൾ നിന്റെ വിശ്വാസം അത് നിന്നെ രക്ഷിച്ചു. അങ്ങനല്ല അതിൻ്റെ അർത്ഥം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു ആ കുരുടന്റെ വിശ്വാസം? ഇത് ദാവീദ് പുത്രനായ യേശു ക്രിസ്തു ആണെന്നുള്ള വിശ്വാസം, ഇത് ദൈവമാണെന്നുള്ള വിശ്വാസം. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ പോയി എൻ്റെ കാര്യം അറിയിച്ചാൽ എന്നോട് കരുണ തോന്നും എന്നുള്ള വിശ്വാസം. അതല്ലേ അവൻ്റെ ആദ്യത്തെ പ്രാർത്ഥന, എന്നോട് കരുണ തോന്നണമേ എന്നല്ലേ പ്രാർത്ഥന. എന്നോട് കരുണ തോന്നും എന്നുള്ള വിശ്വാസം. എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ ആവശ്യം കൃത്യമായി വ്യക്തമായി പറഞ്ഞു എന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എന്നോട് കരുണ തോന്നണമേ എന്നുള്ളതാണ് അവിടുത്തെ യഥാർത്ഥ ഉള്ള ആവശ്യം. ഇതേ കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
നമ്മളോട് കരുണ തോന്നും ദൈവത്തിന് എന്നുള്ള വിശ്വാസമാണ് വേണ്ടത്. അല്ലാതെ നമ്മളെന്താണോ പ്രാർത്ഥിച്ചത് അത് അക്ഷരാർത്ഥത്തിൽ അത് തന്നെ നമുക്ക് കിട്ടും എന്നുള്ള വിശ്വാസമല്ല. അപ്പം ഇതാണ് ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയും മറ്റൊരു ഉദാഹരണം കൂടെയാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ള അവസാനത്തെ ഉദാഹരണമാണിത്. യായിറോസ് എന്ന വ്യക്തിയുടെ മകളുടെ ഒരു സിനാരിയോ ആണ്. മർക്കോസ് 5:22 മുതൽ 24 വരെയും 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. പള്ളി പ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ അവനെ കണ്ടു കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. And behold, there cometh one of the rulers of the synagogue, Jairus by name, and when he saw him, he fell at his feet, and besought him greatly, saying, My little daughter lieth at the point of death. I pray thee, come and lay thy hands on her, that she may be healed, and she shall live. ഇത് ഈ വ്യക്തി, യായിറോസ് എന്ന വ്യക്തി, ഈ ഒരു കാര്യം ഇത് ആരോടാണ് പറഞ്ഞത് എന്നുള്ള ബോധ്യം ഉണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ കാൽക്കൽ വന്ന് വീണത്. രണ്ടാമത്തെ കാര്യം, കാരണം അത് ദൈവത്തോടുള്ള പൂർണ്ണമായുള്ള അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ള ഒരു റെസ്പെക്റ്റ് കാണിക്കുന്ന ഒരു എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡാണ്. അത് ബൈബിളിൽ പലയിടത്തായിട്ടും ഉണ്ട്, അത് എഴുതിയിട്ടുണ്ട്. അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് അവർ കർത്താവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു, അല്ലെ വർഷിപ്പ് ചെയ്തു എന്നുള്ള ഒരു ടേംസിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് ഒരു ആവശ്യം ഉണ്ടായിരുന്നപ്പോൾ ഈ ആവശ്യം പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നത് തന്നെ ഒരു പ്രീ ആക്ഷനാണ്. ഇത് തന്നെയാണ് പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടത്. നമുക്ക് ഒരു ആവശ്യമുണ്ട്, നമ്മൾ ആ ആവശ്യവും പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണ്ടേ. അതായത് ഇപ്പോൾ നമുക്ക് ഫിസിക്കലി കർത്താവ് ഈ ലോകത്ത് നമ്മുടെ ഈ ശരീരം പോലെയുള്ള ശരീരത്തിലല്ല ഇരിക്കുന്നത്, കർത്താവിൻ്റെ പ്രസൻസ് ആണുള്ളത്. എന്നാൽ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഒരു വിഷയവും അറിയിക്കുവാനായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ, അതായത് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ആ ഒരു പ്രീ ആക്ഷനും ഒരു ഐഡൻറ്റിറ്റി അവയർനെസ്സുമാണ് അവിടെ വ്യക്തമാകുന്നത്. ഇനി അവനോട് കൂടെ പോയി എന്നാണ് 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. യേശു കർത്താവ് യായിറോസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൂടെ പോയി. എന്തിനു പോയി? ഇങ്ങനൊരു കാര്യം അറിയിച്ചപ്പോൾ. അപ്പോൾ എന്തിനായിരിക്കും പോയത്? പോയി ആ കുഞ്ഞിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് പോയത്. അപ്പം ദൈവം ആ ഒരു കാര്യത്തിൽ ഇടപെട്ടു. ഓക്കെ, 24 ജീസസ് വെന്റ് വിത്ത് ഹിം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തോടൊരു കാര്യം പറഞ്ഞ് ദൈവം ആ ഒരു കാര്യത്തിൽ ഇടപെടും ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം അതിനകത്തൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയത്തില്ല, അത് ഇപ്പം നമുക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിൽ ഉദ്ദേശിച്ച അതേ കാര്യമാണോ നടക്കുന്നത് എന്ന് നമുക്കറിയത്തില്ലായിരിക്കും. എന്നാൽ ഒരു കാര്യം ഷുവറാണ്, നമ്മളുടെ തോട്ട്സും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാളും ഉയർന്ന ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അങ്ങനെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ചിന്തകളും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും ഉയരത്തിലാണ് ദൈവത്തിൻ്റെ ചിന്തകൾ. അതുപോലെ തന്നെ 36-ാമത്തെ വാക്യം, 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളി പ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് ചോദിച്ചു. While he yet spake, there came from the ruler of synagogue's house certain which said, Thy daughter is dead. Why troublest thou the master any further? ഇനിയും ഗുരുവിനെ എന്തിനാണ് അസഹ്യപ്പെടുത്തുന്നത്? മരിച്ചു പോയില്ലേ, ഇനിയും അസഹ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതായത് മരിച്ചു പോയി എന്നുള്ള ആ ഒരു പോയിന്റിൽ ബാക്കിയുള്ളവർ, അതായത് മറ്റുള്ളവർ, ആ വന്ന് പറഞ്ഞവർക്ക് വിശ്വാസം പിന്നില്ല. അതായത്
അവർക്ക് പിന്നെ ഈ മരിച്ചു പോയെങ്കിൽ പിന്നെ ഇനിയിപ്പം കർത്താവിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയാണ് അവർക്കുള്ളത്. മരിച്ചു പോയെങ്കിലും ഇത് കർത്താവാണ്, കർത്താവിന് ചെയ്യാനുള്ള കാര്യം ചെയ്യുവാൻ ഇതൊന്നും ഒരു തടസ്സമല്ല എന്നുള്ള തിരിച്ചറിവാണ് വലിയ വിശ്വാസത്തെ കാണിക്കുന്നത്. എന്നാൽ അവർക്കതില്ലാതെ പോയി. എന്നാൽ യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. അതായത് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങി. ആദ്യം നീ എന്നോട് പറഞ്ഞപ്പോൾ മകൾക്ക് രോഗമായിരുന്നു, മരിക്കാൻ കിടക്കുകയാണ്, എന്നാൽ മരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു നിമിഷം മകൾ മരിച്ചുപോയി. എന്നാലും ഭയപ്പെടേണ്ട, ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഭയപ്പെടേണ്ട, എന്നിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നിനെക്കൊണ്ട് സാധിക്കും. എനിക്കറിയാം അതെന്ത് ചെയ്യണമെന്നുള്ള ഒരു കാര്യം ദൈവം നമ്മളോട് പറയുക എന്നുള്ള ബോധ്യമാണ് നമുക്ക് വേണ്ടത്. As soon as Jesus heard the word that was spoken, he said unto the ruler of the synagogue, "Be not afraid, only believe." ഇവിടെയും നമുക്ക് തോന്നുന്ന കാര്യം നമുക്ക് മനസ്സിൽ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് വിശ്വസിക്കുക, അപ്പം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. അതല്ല, എന്നിലാണ് വിശ്വസിക്കേണ്ടത്, കർത്താവിലാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് അവിടെ എടുത്തെടുത്ത് പറയുന്നത്. അങ്ങനെ അവർ പോയി. എന്നിട്ട് 39 വാക്യം മുതൽ, അകത്ത് കടന്ന് നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. യഥാർത്ഥത്തിൽ കുട്ടി മരിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് എന്താണ് മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്ന് പറഞ്ഞത്? കാരണം അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടെയുണ്ട്. അതായത് ആ കുഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുകൂടിയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. കാരണം അത് 2 കാരണമുണ്ട്. ഒന്ന്, ഒരാൾ മരിച്ചു പോയി എന്ന് കരുതുക. ആ മരിച്ചു പോയ വ്യക്തി നരകത്തിലാണ് പോയെങ്കിൽ തിരിച്ച് ഇപ്പം ഉദാഹരണത്തിന് ഒരു സിനാരിയോ ചിന്തിക്കാം. ഈ കുഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ മരിച്ചു കഴിഞ്ഞെങ്കിൽ കുഞ്ഞിൻ്റെ ആത്മാവ് എവിടെ പോയി? നരകത്തിൽ പോയി. ആ നിമിഷം തന്നെ നരകത്തിൽ പോയി. എന്നാൽ അങ്ങനെ പോയെങ്കിൽ അതിനെ മരണമെന്ന് തന്നെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ആ കുഞ്ഞ് ഇതിനു മുന്നേ തന്നെ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, എന്നാൽ മരിച്ചു പോയി. രക്ഷിക്കപ്പെട്ട വ്യക്തി മരിച്ചു പോകുമ്പോൾ ആ രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ആത്മാവ് അതേ നിമിഷം തന്നെ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനെ ഉറങ്ങുക എന്നുള്ള വാക്കുകൊണ്ട് തന്നെയാണ് ബൈബിളിൽ മറ്റുള്ള സ്ഥലങ്ങളിലും എഴുതിയിരിക്കുന്നത്. അപ്പം അതാണ് ഒരർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ബൈബിളിൽ മറ്റുള്ള വേഴ്സസിൻ്റെ പ്രൂഫ് തന്നെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ആ വാക്യങ്ങളെടുത്ത് പരിശോധിക്കാവുന്നതാണ്. എന്നാൽ ഇവർക്ക്, ഇവിടെ കൂടിയിരിക്കുന്നവർക്ക്, അവർ ഇതൊന്നും ഈ ഒരു അർത്ഥം ഒന്നുമല്ല അവർക്ക് മനസ്സിലാകുന്നത്. അവർ വിചാരിക്കുന്നത് കട്ടിലെ കിടന്ന് ഉറങ്ങുന്ന ആ ഒരു ഉറക്കത്തെക്കുറിച്ചാണ് എന്നുള്ള കാര്യത്തിലാണ് അവർ കരുതിയത്. അതുകൊണ്ടാണ് അവർ കർത്താവിനെ പരിഹസിച്ചത്. എന്നാൽ അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാലെ, എഴുന്നേൽക്കുക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീഥ കൂമി എന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ആ നിമിഷം തന്നെ കർത്താവിൻ്റെ വാക്ക് കേട്ട് ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. അപ്പോൾ ഈ വ്യക്തി, യായിറോസ് എന്ന വ്യക്തി പോയി പറഞ്ഞു, തൻ്റെ ആവശ്യം പറഞ്ഞു. ഞാൻ ആരോടാണത് പറയുന്നതെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു പ്രീ ആക്ഷൻ എടുത്തു. ദൈവം ആ കാര്യത്തിൽ ഇടപെട്ടു. അതിൻ്റെ കൂടെ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് നമ്മുടെ പ്രതീക്ഷകൾ, ദൈവത്തിലുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടരുത് എന്നുള്ള പാഠം കൂടെയാണ് തരുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ ഒരു പാഠങ്ങൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.